പണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗം. ആ ഭാഗത്ത് നമുക്ക് 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി ഇന്ന് കളിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത. അഷ്ടമുടിക്കായലിന്റെ നടുവിൽ ഇറങ്ങി നടക്കാനും ചിപ്പിയും കക്കയും പെറുക്കിയെടുത്ത് കൂട്ടാനും കരയിലിരുന്ന് സൂപ്പർ മീനിനെ പൊരിച്ചു തിന്നാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ദേശീയ ജലപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണും ചെളിയും കോരിയിട്ട സ്ഥലം പിന്നീട് വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. കണ്ടൽക്കാടുകൾ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലം. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, സാമ്പ്രാണിക്കൊടി. ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. എന്തായിരിക്കും ഈ തുരുത്തിന് സാമ്പ്രാണിക്കൊടി എന്ന പേര് വരാൻ കാരണം? പുരാതന ചൈനീസ് വ്യാപാരികളുടെ 5 പ്രധാന വ്യാപാര തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കൊല്ലം തുറമുഖം. കൊല്ലം തുറമുഖത്തെത്തുന്ന ചെറു കപ്പലുകൾ അഷ്ടമുടിക്കായലിന് അരികിലായി നിന്ന് കച്ചവട സാധനങ്ങൾ കയറ്റാറുണ്ടായിരുന്നു. 14ാം നൂറ്റാണ്ടിലെ ചൈനീസ് കപ്പലായ സാമ്പ്രാണി അടുത്തിരുന്നത് ഈ കായൽക്കരയിലായതിനാലാണ് സാമ്പ്രാണിക്കൊടി എന്ന് ഈ പ്രദേശത്തിന് പേര് വന്നത്. റോഡിലൂടെ വന്ന് ബോട്ടിൽ കയറി അഷ്ടമുടിക്കായലിന്റെ ഒറ്റ നടുക്കെത്തുമ്പോൾ അതിലൂടെ ഇറങ്ങി നടക്കാം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങാം. അതുതന്നെയാണ് സാമ്പ്രാണിക്കൊടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ആഴം കുറഞ്ഞാലും ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ഇറങ്ങിക്കിടന്ന് നീന്തി കളിക്കാം. 4 ഐലൻഡുകളെല്ലാം കണ്ട് കറങ്ങി വരും. അതും പോകുന്നതിലെല്ലാം സേഫ്റ്റി ആയിട്ട് ഇതേ ആഴമുള്ളൂ. കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുവന്നാലും കിടന്ന് നീന്തി കളിക്കാനും എല്ലാം നല്ല സുഗമമായൊരു സ്ഥലം. പിന്നെ കച്ചവടക്കാരുണ്ട്, പിന്നെ കല്ലിമേക്കൊക്കെ വിൽക്കുന്നവരുണ്ട്. എത്ര വെള്ളം കൂടിയാലും നമ്മൾ ഈ മുട്ടിന് മേളി വരെ കൂടും. പിന്നെ ഇനിയിപ്പം ഇത്രയും വെള്ളം കൂടി നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് വരെ നനയും. പിന്നെ അങ്ങോട്ട് പിന്നെ ഇറങ്ങും. വേലിയേറ്റം വേലിയിറക്കമാണ്. കടൽ കായലിലൂടെ ഒന്നിച്ചിറക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ എത്ര മഴ പെയ്താലും കടലിലോട്ടങ്ങ് വലിഞ്ഞ് പോത്തേ ഉള്ളൂ വെള്ളം. അങ്ങ് ഭയങ്കരമായ വേലിയേറ്റം ഉണ്ടാവത്തില്ല. കൊല്ലം മുതൽ വടക്കോട്ട് 8 മുടികളായി 50 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അഷ്ടമുടി കായൽ പരന്നു കിടക്കുന്നത്. സാമ്പ്രാണിക്കൊടി മുനമ്പിൽ നിന്നാണ് കായൽ 8 മുടികളായി തിരിയുന്നത്. ഇത് തന്നെ ഒരു മനോഹര കാഴ്ചയാണ്. ഒട്ടറ്റ വെള്ളത്തിൽ കിലോമീറ്ററുകളോളം കായലിലൂടെ ചുറ്റി നടക്കാമെന്നതാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ കച്ചവടം ചെയ്യുന്നവരെല്ലാം തന്നെ കായലിനുള്ളിൽ ഇറങ്ങി നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. അത് തന്നെ ഒരു സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. 4 വശവും പിന്നെ നല്ല ആഴമുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ആഴം കുറഞ്ഞ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടികളാണ്. ഇവിടെ നിന്നാണ് 8 സ്ഥലത്തോട്ട് പോകുന്നത്. ഈ അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗമായി കാണുന്നത്. അവിടെയാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നമുക്ക് ആഴം കുറഞ്ഞ മേഖലയാണ്. കായലിൽ കൂടെ നടക്കാവുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഇട്ടിട്ടുണ്ട് ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയുള്ള. അതിൻ്റെ പേരിലാണ് ഇവിടെ ആഴം കുറവ്. പണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഒട്ടും വെള്ളമില്ല. അന്ന് ഇട്ടിരുന്ന പേരായിരുന്നു ചെക്കുവര ഐലൻഡ് എന്നായിരുന്നു ഇതിൻ്റെ ഐലൻഡിൻ്റെ പേര്. അത് കഴിഞ്ഞ് 2018 നമ്മൾ ബോട്ടിംഗ് ഇവിടെ ആരംഭിക്കുന്നത്. കരിമീനും കപ്പയും ഞണ്ടും ഉൾപ്പെടെയുള്ള തനി നാടൻ ഭക്ഷണം കഴിക്കാനും അവസരമുണ്ട്. കായലിലൂടെയുള്ള ബോട്ട് യാത്ര അതിമനോഹരമാണ്. എല്ലാവരും ഒരുമിച്ച് പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ പോകുന്ന ഒരു അടിപൊളി യാത്ര. വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ഇങ്ങനെയൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര അതിശയമുള്ള കാര്യമാണല്ലേ. പക്ഷെ ഇതിൻ്റെ 4 വശവും പിന്നെ നല്ല ആഴമുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ആഴം കുറഞ്ഞ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടികളാണ്. ഇവിടെ നിന്നാണ് 8 സ്ഥലത്തോട്ട് പോകുന്നത്. ഈ അഷ്ടമുടിക്കായലിൻ്റെ മധ്യഭാഗമായിട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ
ആദ്യം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നമുക്ക് ആഴം കുറഞ്ഞ മേഖലയാണ്, കായലിൽ കൂടെ നടക്കാവുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് ഇട്ടിട്ടുണ്ട് ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയുള്ള, അതിൻ്റെ പേരിലാണ് ഇവിടെ ആഴം കുറവ്. പണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു, ഒട്ടും വെള്ളമില്ല. അന്ന് ഇട്ടിരുന്ന പേരായിരുന്നു ചെക്കുവര ഐലൻഡ് എന്നായിരുന്നു ഇതിൻ്റെ ഐലൻഡിൻ്റെ പേര്. കടലെന്ന കായലെന്ന കാമുകനെ പുണരാ, ആർത്തിരമ്പുന്ന കടലെന്ന കായലെന്ന കാമുകനെ പുണരാം, എത്ര മനോഹരം. നമുക്ക് രാവിലെ 9 മണി മുതലാണ് ഇവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഈ അവധി ദിവസങ്ങളിൽ നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ സാമ്പ്രാണിക്കൊടി ഐലൻഡ് സന്ദർശിക്കാറുണ്ട്. ശനി, ഞായർ, പിന്നെ പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾ ഐലൻഡ് സന്ദർശിക്കാൻ വരാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 100 കണക്കിന് ആൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം ഓഫ് സീസണാണ്, ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ മഴ സമയവും ഓഫ് സീസണായിട്ട് പോലും ദിവസേന 100 കണക്കിന് ആൾക്കാർ ഐലൻഡ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമുക്ക് പോയി വരുന്നതിന് ഒരാൾക്ക് 150 രൂപയാണ്. രാവിലെ ഈ പുറപ്പെടുന്ന 1 മണിക്കൂറാണ് നമുക്ക് ഒരു ഗസ്റ്റിന് അവിടെ അനുവദിച്ചിരിക്കുന്ന സമയം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇവിടുന്ന് 10-45ഓളം ബോട്ടുകളുണ്ട്. ഏത് ബോട്ടിൽ വേണമെങ്കിലും അവർക്ക് തിരികെ വരാവുന്നതാണ്. പിന്നെ കണ്ടൽക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പം ആദ്യ കാലങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ വന്നിരുന്നെങ്കിൽ ഇപ്പം മറ്റു ജില്ലകളിൽ നിന്നുള്ള നിരവധി ആൾക്കാർ ഇവിടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. മലബാർ മേഖലയിൽ നിന്ന് പോലും ഇപ്പം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പം 1 മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഓണത്തിൻ്റെ സീസണാണ്. അപ്പം നമ്മൾ വീണ്ടും ഒരുപാട് ആൾ ഐലൻഡ് സന്ദർശിക്കാൻ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്.